എന്തുകൊണ്ട് ഈ പരാതി എന്നുള്ളത് കാണണം. ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി ക്രൈംബ്രാഞ്ചിന് അറിയാം. ഈ പെൺകുട്ടി നേരിട്ട ദുര്യോഗം നേരത്തെ തന്നെ അന്വേഷണ ഏജൻസിക്ക് വെളിവായതാണ്. അവർ ഈ പെൺകുട്ടിയുമായി ഡിസ്കസ് ചെയ്തതാണ്. പക്ഷെ അവർക്ക് പരാതി കൊടുത്ത് കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. ഒറ്റ കാരണം കൊണ്ടാണ്. അങ്ങനെ പരാതി കൊടുത്ത് നിയമ സംവിധാനത്തിന് മുമ്പിൽ വന്നാൽ അവർ വേട്ടയാടപ്പെടും. സൈബർ വെട്ടുകിളി കൂട്ടങ്ങൾ അവരുടെ സ്വൈര ജീവിതത്തെ താറുമാറാക്കും. അവർ സ്വഭാവഹത്യയ്ക്ക് വിധേയമാകും, വ്യക്തിഹത്യയ്ക്ക് വിധേയമാകും. തുടർന്നുള്ള ജീവിതം അവർക്ക് അസാധ്യമാകുമെന്ന ബോധ്യത്തിൽ അവർ പരാതി കൊടുക്കുന്നില്ല എന്ന നിലപാടിലായിരുന്നു. പിന്നെ എന്തിനാണ് അവർ ഇപ്പോൾ KPCCക്ക് കത്തയച്ചിരിക്കുന്നത്? എന്തിനാണ് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും കത്തയച്ചിരിക്കുന്നത്? അത് ഇന്നലെ KPCC മുമ്പാകെ, പാർട്ടി മുമ്പാകെ പരാതിയൊന്നും വന്നിട്ടില്ല എന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞതുകൊണ്ടാണ്. അത് ആ പരാതിയിൽ അവർ വ്യക്തമാക്കുന്നുണ്ട്. എന്താണ് അവരുടെ ഇന്റൻഷൻ? ഈ പരാതിക്കാരുടെ ഇന്റൻഷൻ എന്താണ്? അവർ അത് വ്യക്തമാക്കുന്നുണ്ട്. ഞാനത് വായിച്ച് കേൾപ്പിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ is a sexual predator who systematically misuses his political power to groom, deceive and exploit young women. His conduct is a grave violation of public trust and incompatible with the responsibilities of an elected representative. I therefore request the Congress leadership to prevent him from holding any role involving public engagement, especially with women and children. സ്ത്രീകളോടും പെൺകുട്ടികളോടും കുഞ്ഞുങ്ങളോടുമൊക്കെ ഇടപഴകുന്ന ഒരു പൊതു പദവിയിലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇരുത്തരുത്. ആ കാര്യം കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കണം. കോൺഗ്രസ് പാർട്ടി അങ്ങനെ ചെയ്യണം. ഇനി മറ്റൊരു യുവതിക്ക് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയോടാണ് ഈ യുവതി ആവശ്യപ്പെടുന്നത് ഈ കാര്യങ്ങൾ. ഞാനിത് അനുഭവിച്ചു, ഇതാണ് എൻ്റെ അനുഭവം, ഇത് മറ്റൊരാൾക്ക് ഉണ്ടാകരുത്. അതുകൊണ്ട് നിങ്ങൾ ഇനി ഒരു പദവിയിലും ആ ചെറുപ്പക്കാരനെ ഇരുത്തരുതെന്ന് കോൺഗ്രസിനോടാണ് ഈ പെൺകുട്ടി പറയുന്നത്. നോക്കൂ അഭിലാഷേ, ഇവിടെ ഈ വിഷയത്തിൽ എന്തായാലും എതിർ കക്ഷികളെ കോൺഗ്രസിനെ വിമർശിക്കാനേ വേദി ഉപയോഗിക്കുള്ളൂ. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. എന്തായാലും ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ നമ്മൾ ഒരുപാട് കാര്യം ചർച്ച ചെയ്യുന്നുണ്ട്, നിലപാടുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിൽ വ്യക്തിപരമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇതിലേക്കൊന്നും കടക്കാറില്ല, ചർച്ചയില്ല, അതുകൊണ്ട് ഇപ്പോഴും കടക്കുന്നില്ല. ഇവിടെ ചില നിലപാടുകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ ചർച്ച ചെയ്യപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിൽ നിലപാടുകളും വരുന്നുണ്ട്. എന്താണ് CPM മുൻകാലങ്ങളിൽ എടുത്ത നിലപാട് എന്താണ്, ഇപ്പോൾ എടുക്കുന്ന നിലപാട് എന്താണ്, കോൺഗ്രസ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് എന്താണ്? ഇത് ഞാനൊരു ചെറിയൊരു കാര്യം പറയാം. ഇന്നിപ്പോൾ ഒരു പരാതി, ഒരു യുവതിയുടെ പരാതി ഇമെയിലിൽ വന്നു. കോൺഗ്രസ് നേതൃത്വം അത് ആഭ്യന്തരമന്ത്രിയുടെ കീഴിലുള്ള പോലീസിന് അയച്ചു കൊടുത്തു. ഇതുപോലെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പരാതി അന്ന് കേന്ദ്ര CPMൻ്റെ നേതാവായ ബൃന്ദ കാരാട്ടിന് പാലക്കാട് നിന്ന് ലഭിച്ചു. അതിനുശേഷം സീതാറാം യെച്ചൂരിക്ക് ഒരു പരാതി ലഭിച്ചു. സീതാറാം യെച്ചൂരി ആ പരാതി സംസ്ഥാന കമ്മിറ്റി ഘടകത്തിലേക്ക് അയച്ചു കൊടുത്തു. അന്നത്തെ സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണനോട് പത്രലേഖകർ ചോദിച്ചു, ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ആ പരാതി ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, അത് പോലീസിലേക്ക് കൈമാറുമത്. അപ്പോൾ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇത് പോലീസിന് നേരിട്ട് കൊടുത്താൽ പോരെ, എന്തിനാണ് പാർട്ടിക്ക് തരുന്നതെന്ന്. എന്നിട്ട് അദ്ദേഹം എന്തെന്ന് വെച്ചാൽ ആ കാര്യത്തിൽ തീരുമാനം എടുക്കാനായിട്ട് പാർട്ടി കമ്മിറ്റി ഏൽപ്പിച്ചു. അതിനുശേഷം ഇത് പാലക്കാടുള്ള ഒരു മുൻ പാലക്കാടുള്ള CPM നേതാവായ മുൻ MLAയും ഇപ്പോഴും പദവികൾ വഹിക്കുന്ന ഒരാളെക്കുറിച്ചാണ്. ഞാൻ പേര് പറയാൻ എനിക്ക് ഞാൻ പേര് പറയാറുമില്ല, ഇഷ്ടപ്പെടുന്നുമില്ല. അപ്പോൾ ഇതിന് ശേഷം എന്തുകൊണ്ടാണ് സീതാറാം യെച്ചൂരി ആ പരാതി പാർട്ടിക്ക് അയച്ചു കൊടുത്തത്? എന്തുകൊണ്ടാണ് പാർട്ടി അന്നത് പോലീസിനെ അറിയിക്കാതെ പാർട്ടി തന്നെ തീരുമാനമെടുത്തത്? അതിലാണ് പിന്നെ 2 അംഗ കമ്മീഷൻ AK ബാലനെയും അതുപോലെ ശ്രീമതി ടീച്ചറെയും അംഗങ്ങളായിട്ട് വെച്ചുകൊണ്ട് ഒരു തീർപ്പുണ്ടാക്കിയത്. അന്ന് AK ബാലനോട് പത്രലേഖകർ ചോദിച്ചു, ഒരു പരാതി ഉണ്ടല്ലോ, അപ്പോൾ ബാലൻ്റെ എടുത്തുള്ള ചോദ്യം, ആ പരാതി എവിടെ, നിങ്ങളുടെ ഉണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഘടന, അങ്ങനെയും ഈ നാട്ടിൽ പെരുമാറിയിട്ടുള്ള CPMൻ്റെ നേതാക്കളെ ഇന്ന് വന്നിട്ട് വൈകാരികതയിൽ കോൺഗ്രസ് ഇതിലേക്ക് ചേർത്ത് വെച്ച് കുറ്റം പറയുമ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഇത് ഇപ്പോഴും കിട്ടും കേട്ടോ. ഞാനീ പറഞ്ഞൊന്നും കള്ളവല്ല, അഭിലാഷിൻ്റെ മാതൃഭൂമി തന്നെ കിട്ടിയ കാര്യം ഒന്ന് എടുത്തു നോക്കിയാൽ മതി, വലിയ സമയമൊന്നും വേണ്ട. അപ്പോൾ ഞാനത് പറയാൻ കാരണം കാലാകാലങ്ങളിൽ CPM എടുത്ത നിലപാടുകളും ഇവിടെ ചർച്ചയാവട്ടെ, നല്ല കാര്യമാണത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നടപടി എടുത്തു. അപ്പോൾ ആ നടപടി എടുത്തത് അത് വിശ്വസിക്കുന്നില്ല കോൺഗ്രസിൻ്റെ വിരുദ്ധരെ. വിശ്വസിക്കേണ്ട, കോൺഗ്രസും ജനങ്ങളും വിശ്വസിക്കുന്നുണ്ട്. കോൺഗ്രസ് എടുത്ത നടപടി CPMനെ ബോധ്യപ്പെടുത്താനല്ല, അല്ലെ പത്രമാധ്യമങ്ങളെ ബോധ്യപ്പെടുത്താനല്ല. രാഹുൽ മാങ്കൂട്ടത്തിലെങ്കിലും ബോധ്യപ്പെടേണ്ടേ? രാഹുൽ മാങ്കൂട്ടം സാധാരണ സസ്പെൻഷനിലായ ഒരു നേതാവ് ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പിനെ നയിക്കാറുണ്ട്. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിനെ നയിച്ചത് രാഹുൽ മാങ്കൂട്ടമായിരുന്നു. നമുക്കറിയാം കോൺഗ്രസ് സംവിധാനങ്ങളെ അവിടെ ചലിപ്പിച്ചത് രാഹുലായിരുന്നു. ഇവിടെയുള്ള ഒരു പ്രശ്നം ശ്രീകുമാർ, ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചു കുറേയധികം പരാതികൾ, മുൻകാല അനുഭവങ്ങൾ, പല സംഭവങ്ങളുണ്ടായിട്ടുണ്ട് കേരള രാഷ്ട്രീയത്തിൽ.
PT ചാക്കോയുടെ പീച്ചി യാത്ര മുതൽ ഇങ്ങോട്ട് മന്ത്രിമാർക്ക് രാജിവെക്കേണ്ടി വന്ന വിവാദങ്ങൾ, അപവാദങ്ങൾ, മറ്റ് പല കാര്യങ്ങൾ രണ്ട് പക്ഷത്തിനുമെതിരെ, രണ്ട് പക്ഷത്തെയും നേതാക്കൾക്കോ MLA മാർക്കോ മന്ത്രിമാർക്കോ ഒക്കെ എതിരെ വന്നിട്ടുണ്ട്, രാജികൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അതിനും അപ്പുറത്താണ്. ഇതൊരു കേവല ലൈംഗിക വിവാദമോ ഒരാൾ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സിംഗിൾ റേപ്പ് ഇൻസിഡൻറ്റോ അല്ല. അതിനപ്പുറത്ത് പ്രിഡേറ്ററി ബിഹേവിയർ ഉള്ള ഒരു സീരിയൽ സെക്സ് ഒഫൻഡർ എന്ന് വിളിക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു പൊതുപ്രവർത്തകൻ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അതിനെ നമുക്കൊരു സാധാരണ ലൈംഗിക അപവാദങ്ങൾ കൈകാര്യം ചെയ്യുന്ന മുൻ അനുഭവങ്ങൾ പറഞ്ഞ് അതിനെ തുലനം ചെയ്യാനോ സമീകരിക്കാനോ പറ്റില്ലല്ലോ. നോക്കൂ അഭിലാഷേ, താങ്കൾ ഇത് ഒരു ഭാഗമായിട്ട് ചിന്തിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്താണ് നമ്മുടെ നാട്ടിലെ അശ്ലീലം ഒരു ആയുധമാക്കി ചില പാർട്ടികളുണ്ട്. അശ്ലീലം ആയുധമാക്കിയിട്ട് എത്ര കഥകളുണ്ട്, ഞാൻ പറയുന്നില്ല. അശ്ലീലം ഒരു ആയുധമാക്കുന്ന പാർട്ടിയല്ലേ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. നിങ്ങൾക്ക് സംശയമുണ്ടോ? ആ പാർട്ടി ഉമ്മൻചാണ്ടിക്ക് എടുത്ത നിലപാടും ആ പാർട്ടി കോൺഗ്രസിലെ ചില നേതാക്കൾക്ക് എടുത്ത നിലപാടും നമ്മുടെ മുമ്പിലുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഒരു പാർട്ടി പറയാണ് ഇങ്ങനത്തെ വിഷയങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വന്നാൽ അത് കൈകാര്യം ചെയ്യാനുള്ള രീതി ഞങ്ങൾക്കുണ്ടെന്നല്ലേ CPM പറഞ്ഞിരുന്നത്. ഇങ്ങനത്തെ വിഷയങ്ങളൊന്നും അത് എല്ലാ പാർട്ടിയിലും ഉണ്ട്. ഈ വിഷയം, ആ വിഷയങ്ങളെ ന്യായീകരിക്കാൻ N. ശ്രീകുമാർ ഒരിക്കലും തയ്യാറാവില്ല. പക്ഷേ സംസാരിക്കുന്നത് കോൺഗ്രസിലാണ് ഈ പ്രശ്നം. ഇന്നലെ KPCC പ്രസിഡന്റ് നിഷേധിച്ചതിന് ശേഷം വന്ന ഈ പരാതി പോലീസിന് കൈമാറി മാത്രമേ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഇതിൽ എനിക്ക് വിയോജിപ്പുണ്ട്. ഒന്ന്, കോൺഗ്രസിന് മുമ്പിൽ എത്ര പരാതികൾ വന്നു? ധാരാളം പരാതികൾ. രമേശ് ചെന്നിത്തല പറഞ്ഞത് ധാരാളം പരാതികൾ എന്നാണ്. നമ്പർ എന്ന് പറഞ്ഞാൽ ധാരാളമാണ്. അപ്പോൾ കോൺഗ്രസിന് മുൻപിൽ ധാരാളം പരാതികൾ വന്നിട്ട് അത് പോലീസിന് കൈമാറിയിട്ടില്ല, അത് നിയമ സംവിധാനത്തിന് കൈമാറിയിട്ടില്ല. കോൺഗ്രസ്സായി ആ പരാതികളിൽ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല. പിന്നീട് പുറത്ത് വിവാദം വന്നപ്പോഴാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മറ്റുമൊക്കെ ചെറുപ്പക്കാരനെ മാറ്റുന്നതൊക്കെ. കോൺഗ്രസ് പാർട്ടിക്ക് മുമ്പിൽ വന്ന, രമേശ് ചെന്നിത്തലയെ കോട്ട് ചെയ്താൽ ധാരാളമായി വന്ന പരാതികളുടെ മുകളിൽ കോൺഗ്രസ് അടയിരുന്നില്ലായിരുന്നുവെങ്കിൽ, ആർജവത്തോടുകൂടി അന്ന് നിലപാടെടുത്തിരുന്നുവെങ്കിൽ, അന്ന് തന്നെ ഈ കാര്യത്തിൽ ഈ ചെറുപ്പക്കാരനെ തിരുത്തിയിരുന്നുവെങ്കിൽ കോൺഗ്രസ് പറയുന്നത് ഇന്ന് സമൂഹത്തിന് ബോധ്യമാകുമായിരുന്നു. ഇന്നിപ്പോൾ എല്ലാം കഴിഞ്ഞ് എല്ലാം നാട്ടുകാരറിഞ്ഞതാ ഇപ്പോൾ ഞങ്ങൾ പോലീസിന് കൈമാറിയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾ എങ്ങനെ എടുക്കണം? നോക്കൂ, KPCCക്ക് പരാതികൾ വന്നാൽ ഒരുപാട് പരാതികൾ വരും. ഇല്ലെന്നാരെങ്കിലും പറഞ്ഞോ? ആർക്കും പരാതി അയക്കാമല്ലോ. KPCCക്ക് തോന്നിയ ഒരു പരാതി അത് കൃത്യമാണെന്ന് തോന്നി, അത് ബോധ്യപ്പെട്ടു, നടപടിയെടുത്തു. ആ നടപടിയെങ്കിലും അംഗീകരിക്കേ. ഇതാ നടപടി അംഗീകരിക്കില്ല. എന്താ പറയണേ? ഇവിടെ CPMന്റെ വക്താവായ അരുൺകുമാർ എന്താ പറയുന്നത്? ഭരണഘടനാ പ്രകാരം നോക്കിയില്ല, അത് ഒരു മാസം കഴിഞ്ഞ് തിരിച്ചെടുക്കുന്നൊക്കെയല്ലേ പറഞ്ഞ പണ്ട്. ഇവർ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലോ. ഇന്നലെ ഒരു ചർച്ചയിൽ ഒരു CPM നേതാവ് പറയാണ് KPCC പ്രസിഡന്റ് ഇന്നേ വരെ രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടില്ല, ഒരു പ്രസ്താവന ഇറക്കിയിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. KPCC പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തി പറഞ്ഞ കാര്യമാണ് കേട്ടോ. അന്ന് പത്രസമ്മേളനം നടത്തിയ പക്ഷേ ഇവിടെ ഇരിക്കുന്ന അരുൺകുമാർ പറഞ്ഞെന്താ അറിയാമോ? പത്രസമ്മേളനമല്ല വേണ്ടത്, പ്രസ്താവന എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. കാരണം പ്രസ്താവന എഴുതി കൊടുത്താൽ, എന്താണ് പ്രസ്താവന എഴുതി കൊടുക്കാത്തതെന്ന് വെച്ചാൽ, ആ പ്രസ്താവന കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ പോയിട്ട് ഭരണഘടനാ പ്രകാരമല്ല തന്നെ സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞ് തിരിച്ചു വരാൻ നോക്കും എന്ന് പറഞ്ഞാലാണ് CPM പ്രതിനിധി. ഇതേ CPMന്റെ വക്താവ് ഇന്നലെ വേറൊരു ചാനലിൽ എൻ്റെ ഒപ്പം ഇരുന്ന് പറഞ്ഞത് പത്രസമ്മേളനം പോലും നടത്തിയില്ല എന്നുള്ള ഹ്രസ്വമായ ഒരു പത്രസമ്മേളനത്തിൽ സസ്പെൻഡ് ചെയ്തു എന്ന് അറിയിച്ചിരുന്നു. അത് വസ്തുതയാണ്.